ഇവിടെ കുചേല സന്തതി എന്ന ഭാഗം ഭാഗവതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ള കുറെ തത്വങ്ങളാണ് ആ കഥയിൽ കൂടി നമുക്ക് നൽകുന്നത്. പ്രധാനമായിട്ടും ഒരവസ്ഥയിലും ധനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. എന്താണ് ധനം, അല്ലെങ്കിൽ എന്താണ് ആപത്ത്, എന്താണ് സമ്പത്ത് എന്നതിനെ പറ്റിയുള്ള ഒരു വിവരണം നമ്മൾ കേട്ടാൽ, വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിസ്മരണം വിഷ്ണു സമ്പൻ നാരായണ സ്മൃതി. നമ്മളിന്ന് കാണുന്ന ഒരുപാട് ആപത്തുകളും വിഷമതകളും ഒക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു അതൊന്നുമല്ല യഥാർത്ഥ ആപത്ത്. ധാരാളം ആളുകൾക്ക് നിരവധി സമ്പത്തുണ്ട്, അതാണ് നമ്മൾ സമ്പത്തെന്ന് ധരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു ആധ്യാത്മികതയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ പറയുന്നത് ഈ കാണുന്ന ഭൗതികമായ സമ്പത്തൊന്നുമല്ല സമ്പത്ത്. അപ്പൊ പിന്നെ എന്താണ് സമ്പത്ത്, എന്താണ് ആപത്ത്? അതേപ്പറ്റി പറയുന്നത് വിസ്മരണം വിഷ്ണു. വിസ്മരണം വിഷ്ണു, വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ നാരായണനെ, ഈശ്വരനെ വിസ്മരിക്കുന്നതാണ് യഥാർത്ഥ ആപത്ത്. സമ്പൻ നാരായണ സ്മൃതി, നാരായണ സ്മൃതി, ഭഗവാനെ സ്മരിക്കുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. ഈ ഒരു ആദർശം ആധ്യാത്മികതയിൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ കുചേലൻ ദരിദ്രനാണോ? എത്രയോ വലിയ സമ്പന്നനാണ് കുചേലൻ. കാരണം സദാസമയവും ഈശ്വരനെ ഓർക്കുവാൻ, ഭഗവാനെ സ്മരിക്കുവാൻ, ധ്യാനിക്കുവാൻ അവസരം കിട്ടിയ ആളല്ലേ കുചേലൻ. നമ്മളെപ്പോലെ ഒരു മനുഷ്യ ജന്മം തന്നെയാണ് കുചേലനും ലഭിച്ചത്. പക്ഷെ ലഭിച്ച ജന്മത്തിൽ ഭഗവാനുമായിട്ട് ഏറെ ചേർന്ന് പോകുവാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ആശയത്തോട് ഏറെ ചേർന്ന് നിൽക്കുവാൻ കുചേലന് സാധിച്ചുവെങ്കിൽ അതല്ലേ യഥാർത്ഥ ധനം. ഇനി അങ്ങനെയുള്ള ഒരാൾക്ക് അവസാന കാലത്ത് ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് കൂടി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. അവന് ഭൗതിക സമ്പത്തും ഉണ്ടാകും, ആത്മസുഖവും ഉണ്ടാവും. അതിലുപരി അങ്ങനെ ഒരു ഭക്തൻ നാട്ടിലുണ്ടെങ്കിൽ ആ നാടും വളരെ ശ്രേഷ്ഠമായി അറിയപ്പെടും. അപ്പൊ ഇങ്ങനെ വലിയ വലിയ ഗുണപാഠങ്ങളാണ് നമുക്ക് ശരിക്കും കുചേലന്റെ കഥയിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുചേല വേഷം കണ്ട് കരയാനുള്ളതല്ല കുചേലന്റെ കഥയെന്ന് നമ്മൾ അറിയണം. അതാണ് പലർക്കും ഈ ചിലതൊക്കെ കാണുമ്പോൾ കണ്ണ് നിറയും. അത് നമ്മുടെ ഉള്ളിലൊരു ആർദ്രതയുള്ളത് കൊണ്ടാണ്, ഒരു ദയയുള്ളത് കൊണ്ടാണല്ലേ. ചില കഠിന ഹൃദയന്മാർക്കൊന്നും അത്രത്തോളം തോന്നാറില്ല. പക്ഷെ ഇവിടെ ഒന്നും ഓർക്കണം, നിങ്ങൾ കരഞ്ഞു കളയേണ്ടതല്ല കുചേലന്റെ ചരിത്രം. ലോകത്തിന്റെ മുമ്പില് സൗഹൃദം എന്ന വിഷയം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ സൗഹൃദത്തിന് ഇത്രയും ഉദാഹരണം പറയാൻ കഴിയുന്ന വേറെ ഏത് ചരിത്രമുണ്ട്? ഒരിടത്തും കാണാൻ സാധിക്കില്ല. ഒരുപാട് സൗഹൃദങ്ങളെ നമുക്കറിയാം. ഇപ്പൊ മഹാഭാരതം എടുത്ത് പരിശോധിച്ചാൽ കർണനും ദുര്യോധനും നല്ല സൗഹൃദമാണ്. പക്ഷെ ആ സൗഹൃദത്തിന്റെ പിന്നിൽ എന്തായിരുന്നു? തനിക്ക് സഹായം ചെയ്തു, തനിക്ക് സ്ഥാനം തന്നു, അതുകൊണ്ട് തന്റെ ജീവിതം മുഴുവൻ ദുര്യോധനന് സമർപ്പിച്ച കർണൻ. പക്ഷേ ദുര്യോധനന്റെ അധർമ്മത്തിന് കൂടി കൂട്ടു നിൽക്കേണ്ടി വന്നു.
അങ്ങനെ നമ്മൾ മറ്റുള്ള ഓരോ സൗഹൃദങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ സ്വാർത്ഥത ഉണ്ടായിരിക്കും. എന്നാൽ ഭഗവാനും കുചേലനും തമ്മിലുള്ള ആ സൗഹൃദത്തിൽ യാതൊരു വിധമായ സ്വാർത്ഥതയും ഇല്ല എന്നത് നമുക്ക് ആ കഥയിൽ നിന്ന് പഠിക്കാവുന്നൊരു ഗുണപാഠമാണ്. അപ്പൊ സൗഹൃദത്തിൽ സ്വാർത്ഥത വന്നാൽ സൗഹൃദം അത് തകർന്നു പോകും. സ്വാർത്ഥ ബുദ്ധി ഇല്ലാത്ത സൗഹൃദത്തിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ തീർച്ചയായും കുചേലന്റെയും കൃഷ്ണന്റെയും സൗഹൃദ കഥ നമ്മള് സമൂഹത്തില് പ്രത്യേകിച്ചും ബാല്യത്തിൽ മുതൽ പറഞ്ഞു കൊടുക്കുന്നത് ഉത്തമം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇനി മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, സൗഹൃദത്തിന് കാലയളവില്ല. ഏത് കാലത്തും നമ്മളോടൊപ്പം സൗഹൃദം കൂടിയ ആളെ നമ്മള് മരിക്കും, ഓർക്കും. എന്നാൽ എല്ലാവരെയും നമുക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോ ഇല്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിൽ സ്വാധീനം ചെലുത്തിയ ആളുകൾ ഉണ്ടാവും. ദ്രോഹിച്ചവരുണ്ടാവും, ഉപകരിച്ചവരുണ്ടാവും, ഉപദേശിച്ചവരുണ്ടാവും. എന്നാൽ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഉതകുന്നതാണെങ്കിൽ ആ സൗഹൃദം നമ്മൾ ഒരിക്കലും മറക്കില്ല. ഒരു നല്ല സുഹൃത്ത് ആരാണ് എന്ന് ഇന്നത്തെ കാലത്ത് കൊണ്ട് ചിന്തിച്ചാൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഒത്തുതുള്ളി നടക്കുന്ന ആളിനെ നമ്മൾ സുഹൃത്തായിട്ട് കാണും. നമ്മുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നമ്മൾ ശത്രുവായിട്ടും കാണും. ഇവിടെയാണ് സമൂഹത്തില് ഒരു വാക്യം ശ്രദ്ധേയമാകുന്നത്. ചാണക്യൻ പറഞ്ഞൊരു വാക്യമാണ്, പുകഴ്ത്തുന്നവർക്ക് സുഹൃത്തുക്കളെ ധാരാളമായി കിട്ടും, എന്നാൽ സത്യം പറയുന്നവർക്ക് ശത്രുക്കളെ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ ആരുടെയും സൗഹൃദം ഇല്ലാതാക്കാതിരിക്കാൻ, എല്ലാവരെയും കൂട്ടുകാരാക്കാൻ ഇന്ന് സമൂഹത്തില് അധർമ്മത്തിനോടൊപ്പം കക്ഷി ചേരുന്ന ആളുകളെ നമുക്ക് അറിയാം. അവിടെയാണ് കർണന്റെയും ദുര്യോധനന്റെയും സൗഹൃദത്തിന്റെ കാലിക പ്രസക്തി വരുന്നത്. അധർമ്മമാണെങ്കിലും എന്റെ കാര്യം സാധിക്കുവാൻ ഞാൻ അതിനോട് സന്ധി ചെയ്യുന്ന അത്തരം സൗഹൃദങ്ങൾ തീർച്ചയായും സമൂഹത്തിന് ഗുണം ചെയ്യില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കുചേലൻ എന്ന ആ ഒരു കഥാപാത്രം, സുദാമാവെന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയം. അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന് പിന്നിൽ സ്വാർത്ഥതയുണ്ടോ? ഇല്ല. ഭക്തിയുണ്ടോ? ഉണ്ട് താനും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലുപരി ആ കുചേലൻ അദ്ദേഹം എത്രയോ കാലം കഴിഞ്ഞാണ് ഭഗവാനെ ഒന്ന് ദർശിക്കാൻ പോകുന്നത്. അങ്ങനെ ദർശിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സ്വീകരണം എന്താണ്? എത്രയോ കാലം കഴിഞ്ഞു കാണുന്ന സതീർത്ഥ്യനോട് പോലും എങ്ങനെ പെരുമാറണം എന്ന് ഭഗവാൻ പറഞ്ഞു തരികയല്ല, കാണിച്ചു തരികയാണ്. അല്ലേ? അതിഥി ദേവോ ഭവ എന്ന ആലങ്കാരികമായിട്ട് പറയുകയല്ല അവിടെ ചെയ്യുന്നത്, ആധികാരികമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് കുചേല സന്തതി കഥയിൽ കൂടി. അതിലുപരിയാണ് സൗഹൃദത്തിന് വലിപ്പ ചെറുപ്പങ്ങളില്ല. ഈ കാലത്തും പൗരാണിക കാലത്തുമുള്ള സൗഹൃദങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ധനമുള്ളവന്റെ മക്കളോട് മാത്രമേ സൗഹൃദം കൂടുന്നുള്ളൂ എന്ന് ഈ കാലഘട്ടത്തിൽ ധനമോ മറ്റു മാനദണ്ഡങ്ങളോ അല്ല സൗഹൃദത്തിന് അടിസ്ഥാനം. അത് മനസ്സിലുള്ള ഇഷ്ടമാണ്, ഭക്തിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയല്ലേ കുചേലനും ശ്രീകൃഷ്ണനും കൂടി. അവിടെ വലിപ്പ ചെറുപ്പമുണ്ടോ? സൗഹൃദത്തിന്റെ മുമ്പിൽ ദേവനും മനുഷ്യനുമില്ല. ദേവനായ കൃഷ്ണനും മനുഷ്യനായ കുചേലനും എത്ര ഭംഗിയായിട്ടാണ് സൗഹൃദത്തിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പൊ അവിടെ പുതിയൊരു ഗുണപാഠം കൂടി എത്തുകയാണ്. ധനവാനോട് മാത്രം സൗഹൃദം എന്ന നിലവാരത്തിൽ നിന്ന് മാറി
സൗഹൃദത്തിന് ധനം ഒരു മാനദണ്ഡമേ അല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചയാളാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണനും കുചേലനും കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അതുകൂടാതെ സൗഹൃദത്തിന് അതിർവരമ്പുകളില്ല. ഏതറ്റം വരെയും സൗഹൃദം പോകാം. ആ സൗഹൃദത്തിന് ഒരിക്കലും സ്വാർത്ഥതയുടെ യാതൊരു ലാഞ്ചനയും ഉണ്ടാവില്ല. സ്വാർത്ഥതയുടെ ലാഞ്ചനയില്ലാത്ത സൗഹൃദങ്ങൾ പരസ്പരം സഹായത്തിന്റെയും പരസ്പരം പോഷിപ്പിക്കലിന്റെയും ചരിത്രം നമ്മളെ പഠിപ്പിക്കും എന്നുകൂടി നമ്മൾ അറിയണം. അതുപോലെ തന്നെയാണ് കുചേലൻ പണ്ഡിതൻ കൂടിയാണ്. ഒരുപക്ഷെ അത് അധികം ആളുകൾ അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കുചേലൻ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ ലക്ഷണം എന്താണ്? എല്ലാവരെയും തുല്യമായി കാണാൻ കഴിയുന്ന ഒരു മനുഷ്യന് ഇല്ലായ്മയിലും സന്തോഷമായിട്ട് എങ്ങനെ കഴിയാം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നയാളാണ് കുചേലൻ. നോക്കൂ, ഇല്ലായ്മ ഉണ്ടായിട്ടും ആ ഇല്ലായ്മയിൽ പോലും സന്തോഷത്തോടു കൂടി അദ്ദേഹം എങ്ങനെ കഴിഞ്ഞു? ഒറ്റ കാര്യമാണ്, ഉള്ളതിൽ സംതൃപ്തനാവുക. ഇല്ലാത്തതിനു വേണ്ടി മനസ്സിനെ പറഞ്ഞു വിട്ട് മോഹിപ്പിച്ച് നിരാശരായി ജീവിതം നിരാശയിലേക്ക് തള്ളാതെ ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കണം എന്ന്, അങ്ങനെ ജീവിച്ചാൽ സന്തോഷവും സമാധാനവും നമുക്കുണ്ടാകുമെന്ന് ആധികാരികമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയല്ലേ കുചേലൻ ചെയ്തത്. ഇനി മറ്റൊരു കാര്യം കൂടി, ഒരു കുടുംബ ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ടത് എന്താണ്? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബമെങ്കിൽ കൂടുന്നവർ തമ്മിൽ സ്നേഹവും ബഹുമാനവും പരസ്പര വിശ്വാസവും ഇല്ല എങ്കിൽ അത് കുടുംബമാകുന്നില്ല. ഇവിടെ നമ്മൾ കുചേലന്റെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് ചെന്നാൽ എന്താ കാണുക? ഭർത്താവിന്റെ ഇല്ലായ്മയിൽ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ആ ഭർത്താവിന്റെ ഇല്ലായ്മയോട് ചേർന്ന് നിന്ന് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സഹകരിച്ചു പോകുന്നൊരു ഭാര്യയും ഒപ്പം കുറച്ചു മക്കളുമൊക്കെ ചേർന്നപ്പോൾ ആ കുടുംബത്തിലെ ഇല്ലായ്മ ദുഃഖമല്ല, ഉള്ളതുകൊണ്ട് തൃപ്തരാകുന്നത് സന്തോഷമായി മാറുന്നു. ഇവിടെയൊക്കെയാണ് കുചേലന്റെ കഥ നമ്മൾ കണ്ട് കരഞ്ഞിട്ട് പോവുകയല്ല വേണ്ടത്. കേവലം വേഷം കെട്ടിൽ കണ്ടിട്ട് പോവുകയല്ല വേണ്ടത്. അതിലപ്പുറം ആ കുചേല കഥ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതു തരത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് മനസ്സിരുത്തി ചിന്തിക്കുന്ന കഥാഭാഗങ്ങളെയും ചരിത്രത്തെയും ഉദാഹരണങ്ങളെയും ബോധ്യപ്പെടുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഒപ്പം തന്നെ നോക്കൂ, ഇവിടെ മറ്റൊരു ഭാഗത്തേക്കൂടെ പോയാൽ ഒരു വ്യക്തി ഒരു ഭക്തൻ ഭഗവാന് എന്ത് കൊടുക്കുന്നു അതിലാണോ പ്രാധാന്യം, അതോ കൊടുക്കുന്ന വസ്തുവിനാണോ, കൊടുക്കുന്ന വ്യക്തിക്കാണോ പ്രാധാന്യം? ഈ കാലഘട്ടത്തില് പലപ്പോഴും കൊടുക്കുന്ന വസ്തുവിന്റെ മൂല്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുക. എന്നാൽ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു, ഒരാൾക്കൊരു വസ്തു കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന വസ്തുവിനപ്പുറം കൊടുക്കുന്നയാളിന്റെ മനസ്സിനാണ് പ്രാധാന്യം. അതുപോലെ തന്നെയാണ് ഒരാളിൽ നിന്നും ഒന്ന് സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന ആളിനും സ്വീകരിക്കുന്ന വസ്തുവിനും തമ്മിൽ നമ്മൾ ചിന്തിച്ചാൽ അറിവുള്ളവൻ സ്വീകരിക്കുന്ന വസ്തുവിനേക്കാൾ ആ കൊണ്ടുവന്നയാള് തന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കാണിക്കുന്ന മനസ്സിനാണ് വലിപ്പം. അപ്പോ കേവലം ഭൗതികതയ്ക്കപ്പുറം ആത്മീയമായ ബന്ധത്തിൽ നിന്നും ലഭിക്കുന്ന സൗഹൃദമാണ് കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും സൗഹൃദം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ വിഷയത്തിലും ഇങ്ങനെ നമ്മൾ കുചേലന്റെ കഥയെ ഒന്ന് വളരെ വിശാലമായി ചിന്തിച്ചാൽ ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്ന കഥാസന്ദർഭമാണ് കുചേല അനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത, ഈ ലോകത്ത് ദുഃഖം അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല.
ആ ആരുമില്ലാത്ത അവസ്ഥയിൽ എല്ലാവരും അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയുകയാണോ ചെയ്യുന്നത്? ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ ചത്തു കഴിഞ്ഞാൽ ദുഃഖം ഇല്ലാതാകുമെന്നാണോ? അങ്ങനെ ഒരു അബദ്ധധാരണയിൽ നമ്മൾ ചെന്നുപെട്ടിട്ടുള്ളത്. അവിടെയാണ് ഇല്ലായ്മയിൽ താങ്ങാകേണ്ടുന്ന ബന്ധുക്കളും താങ്ങാകേണ്ടുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം കുറ്റപ്പെടുത്തിയാൽ ഉണ്ടാകാവുന്ന അപകടം. അവിടെ ഭഗവാനെ സ്മരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ അത്തരത്തിൽ ഒരു തെറ്റായ ചിന്തയിലേക്ക് പോകാൻ ഇടയാകില്ല. ഇവിടെ ഇല്ലായ്മ ഉണ്ടായിട്ടും കൃഷ്ണനെ വിട്ടുള്ള യാതൊരു കാര്യവും കുചേലനില്ലായിരുന്നു. കുചേലന്റെ കൃഷ്ണഭക്തിയിൽ കുറ്റപ്പെടുത്തലുകൾ ഭാര്യയ്ക്കുമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ തന്റെ ഇല്ലായ്മയുടെ കഥകളൊക്കെ ഭർത്താവിനെ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അങ്ങൊരു കാര്യം ചെയ്യൂ, അങ്ങയുടെ കൂട്ടുകാരൻ സതീർത്ഥ്യൻ ആണല്ലോ ദ്വാരകയില് വസിക്കുന്നത്, ഇഷ്ടഫലപ്രദനാണ്. ആരാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞേക്കുന്നത്? ഇഷ്ടഫലപ്രദനാണ്, ഇച്ഛിക്കുന്നതൊക്കെ നൽകുന്നവനാണ്. അങ്ങനെയുള്ളതായ ആ ഭഗവാനെ ഒന്ന് നിങ്ങൾ പോയി കാണൂ എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഭാര്യ ഭർത്താവായിരിക്കുന്ന കുചേലനോട് ഉപദേശിക്കാൻ കാര്യം എന്താണ്? അവിടെ ഭഗവാനെ ആ കുടുംബം മുഴുവൻ കണ്ടിരുന്നു, ചിന്തിച്ചിരുന്നു, സ്മരിച്ചിരുന്നു. നോക്കൂ, നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞതെന്താ? സമ്പൻ നാരായണ സ്മൃതി. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? വിസ്മരണം വിഷ്ണു. വിഷ്ണു ഈശ്വരനെ വിസ്മരിക്കുന്നതാണ് ആപത്ത്. ഈശ്വര സ്മരണയാണ് സമ്പത്ത്. അത് കുചേലന്റെ കുടുംബം നമുക്ക് കാണിച്ചു തരികയല്ലേ? ആ പാഠമല്ലേ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്? അപ്പോ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഈശ്വര സ്മരണയോടുകൂടിയുള്ള ഒരു കുടുംബ അന്തരീക്ഷമാണെങ്കിൽ അവിടെ സംതൃപ്തി ഉണ്ടാവില്ലേ? അവിടെ സമാധാനം ഉണ്ടാവില്ലേ? അവിടെ ക്ഷമയുണ്ടാകില്ലേ? ശാന്തതയുണ്ടാകില്ലേ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ പുരാണങ്ങളിലെ പല പല കഥകളുടെയും സാരാംശം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് എന്ന് ഓർക്കുക. ഒരു ഉത്തമ കുടുംബിനി ആരാണെന്ന് കുചേലന്റെ പത്നിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അതിഥി സൽക്കാരം എങ്ങനെയാണെന്ന് നമുക്ക് കുചേലന്റെ കഥയിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ധനം ഉള്ളപ്പോഴും ധനമില്ലാത്തപ്പോഴും ഭഗവത് ധ്യാനം മുടക്കരുതെന്ന് നമുക്ക് കാണിച്ചു തരും. ഇനി നമ്മൾ ഭഗവാൻ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിലല്ല, കൊടുക്കുന്ന മനസ്സിനാണ് പ്രാധാന്യം. എന്തു കൊടുത്താലാണ് ഭഗവാൻ സംതൃപ്തനാകുന്നത് എന്ന് ചിന്തിക്കാത്തവരാരും ഉണ്ടാകില്ല. എല്ലാവരുടെയും മനസ്സിലുണ്ടാവില്ലേ, ഭഗവാന്റെ പ്രീതി കിട്ടാൻ എന്തു കൊടുക്കണം? അങ്ങനെ ചിന്തിക്കാത്തവർ ഒരാളുണ്ടാവില്ല. പക്ഷേ ഇവിടെ ആ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് സംബന്ധമായി നൽകിയിരിക്കുന്ന ഉപദേശം എന്താണെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഭഗവത്ഗീതയില് 9-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകം എന്ന് കേട്ടാൽ അതിനൊരു ഉത്തരം നമുക്ക് ലഭിക്കും. അത് മറ്റൊന്നുമല്ല, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിപകൃതം അസ്നാമി പ്രയതാത്മന. അത് അതേപോലെ തന്നെ ഈ കുചേലഗതിയില് സൂചിപ്പിക്കുന്നുണ്ട്. കുചേലഗതിയില് ഭഗവാൻ കുചേലനോട് പറയുന്നു, അല്ലെങ്കിൽ കുചേലന്റെ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, ഭക്തരായുള്ളവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടും അറിയണം. എന്തൊക്കെയാ? നല്ല ഫലം, ജലം, നല്ല കുസുമങ്ങൾ, നല്ല സദ്ഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണം ഇഷ്ടമായി വരും ഇങ്ങടോ. ഇത് തന്നെയാണ് അവിടെ പറഞ്ഞ എന്താണ്? ഒരു ഇലയോ ഒരു പൂവോ ഒരു കായോ ഒരു തുള്ളി വെള്ളമോ എന്തുമായി കൊള്ളട്ടെ അത് നൽകുന്നത് ഭക്തിയോടെയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. ഭക്തിപകൃതം അസ്നാമി പ്രയതാത്മന. അതാണ് ഇവിടെയും പറഞ്ഞത്. അപ്പോ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വചനങ്ങളെ ആധികാരികമായി അനുഭവത്തിൽ കൂടി ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ശ്രീമദ് ഭാഗവതം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സന്ദർഭത്തിൽ മാത്രമല്ല, ഒരുപാട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ
ആ കുചേലൻ കൊണ്ടുവന്നത് എന്ത് എന്നതിനപ്പുറം അത് കൊണ്ടുവരാൻ കുചേലൻ കാണിച്ച മനസ്സും, അത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇന്നത് കിട്ടും എന്ന പ്രതീക്ഷയിലല്ല. പ്രതീക്ഷിച്ചു ആര്? കൊടുത്തുവിട്ടയാള്. കുചേലന്റെ പത്നി പ്രതീക്ഷിച്ചു, എനിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഭക്തനായിരിക്കുന്ന കുചേലന് ഭഗവാനോട് ഒന്നും ചോദിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും തരാനുള്ള സൗഹൃദമല്ല, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള സൗഹൃദമല്ല കുചേലനും കൃഷ്ണനും തമ്മിലുള്ളത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇത് എവിടെ തുടങ്ങിയ സൗഹൃദമാണ്? അവിടെയാണ് പല പല കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആധികാരികത ഉള്ള കഥകളും ഇല്ലാത്ത കഥകളും ഒക്കെ. പുരാണങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പല പല പുരാണങ്ങളിലായിട്ട് പല പല കഥാസന്ദർഭങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് പലതിനെയും നമുക്ക് സൂചിപ്പിച്ചു പോകേണ്ടി വരും. ഈ അടുത്തിടയ്ക്ക് കേൾക്കാൻ സാധിച്ചൊരു കഥാസന്ദർഭമാണ് എന്തുകൊണ്ടാണ് കുചേലൻ ഇങ്ങനെ ദരിദ്രനായി പോയത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പലതരത്തിലുള്ള കഥാഭാഗങ്ങൾ പലയിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണ്? ഒരു ചെറിയ കഥാസന്ദർഭം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വരുത്തുകയാണ്. ഒരിക്കൽ സാന്ദീപനി മഹർഷിയുടെ ആശ്രമം, അവിടെയാണല്ലോ ശ്രീകൃഷ്ണനും കുചേലനും തങ്ങളുടെ വിദ്യാഭ്യാസം നിർവഹിച്ചത്. അവരുടെ ഗുരുവാണ് സാന്ദീപനി മഹർഷി. അപ്പൊ അവരുടെ ആശ്രമത്തിനടുത്തായിട്ട് ഒരു ഭക്തയായിരിക്കുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നത്രേ. അവര് ആ വീട്ടില് താമസിക്കുമ്പോ എന്തെങ്കിലും കിട്ടിയാൽ അത് ഭഗവാനെ നേദിച്ചിട്ട് ഭക്ഷിക്കുക എന്നുള്ളതാണ്. എന്ത് കിട്ടിയാൽ എന്ത് ചെയ്യും? ആദ്യം ഭഗവാന് കൊടുക്കും, എന്നിട്ട് അത് തന്റെ ഭക്ഷണമാക്കി മാറ്റുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു ചോദ്യത്തിന് പ്രസക്തി ഉള്ളതാണ്, ഭഗവാന് കൊടുക്കുന്ന നേദ്യം ഭഗവാൻ കഴിക്കാറുണ്ടോ? നിങ്ങളുടെ ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം, ഉണ്ടാവുകയും വേണം. കാരണം യജ്ഞവേദികൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ മാറ്റുവാനും അതിലുപരി ആത്മവിശ്വാസം വളർത്തുവാനും അതിലുപരി ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ അതൊക്കെ ദൂരീകരിക്കുവാനുമുള്ള ഇടങ്ങളാണെന്ന് ആദ്യം ധരിക്കണം. അല്ലാതെ അന്നദാനം മാത്രമാണ് സപ്താഹയജ്ഞത്തിന്റെ ഭാഗമെന്ന് ധരിച്ചു കളയരുത്. ഓരോ വർഷവും ഓരോ യജ്ഞം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിന് എത്ര കണ്ട് ആധ്യാത്മികമായി മാറ്റമുണ്ടായി എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുവാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കി നടപ്പാക്കുന്ന ഈ യജ്ഞ പദ്ധതിക്ക് സത്യത്തിൽ പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ എന്നറിയണം. എന്തെങ്കിലും നടത്തിപ്പോയി എന്നുള്ളത് കൊണ്ടാവുന്നില്ല. അതുകൊണ്ട് അത്തരം സന്ദേഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, അത് ചോദ്യങ്ങളായിട്ടും വരട്ടെ. എല്ലാം അറിയാവുന്നവരാരുമില്ല. എങ്കിലും യുക്തിഭദ്രമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ അത്തരം കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാന് നമ്മള് വിശിഷ്ടങ്ങളായിരിക്കുന്ന നിരവധി വസ്തുക്കൾ സമർപ്പിക്കുന്നു, നേദ്യമായി സമർപ്പിക്കുന്നു. ഇതൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ കഴിക്കുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിൽ അല്പം പോലും അളവിൽ കുറവില്ലാതെ അത് തിരികെ കിട്ടുന്നത്? എങ്ങനെയാണ്? അങ്ങനെയല്ലേ? നമ്മൾ അങ്ങോട്ട് വെക്കുന്നതിൽ അളവൊന്നും പറയാറില്ലല്ലോ, അത്രയും ഇങ്ങനെ തിരികെ കിട്ടാറുണ്ടല്ലോ. അപ്പൊ ഇതെന്താ അതിന്റെ പിന്നിലെ കാര്യം? സ്വാഭാവികമായും എന്നാ പിന്നെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകും. അതുകൊണ്ടാണ്, അത് ബോധമില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഭഗവാന്റെ നേദ്യത്തെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടൊക്കെ പ്രതിപാദിക്കാറുള്ളത്. ഇവിടെ നമുക്കൊരു ചെറിയ ഉദാഹരണത്തിൽ കൂടി നമുക്കൊന്ന് വ്യക്തമാക്കാം. നോക്കൂ, ഈ പറയുന്ന ഇപ്പൊ ഒരു ശ്ലോകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊരു പുസ്തകം തരാം. അതായത് ഭഗവത്ഗീതയാണ്. ഈ ഭഗവത്ഗീത ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ നിങ്ങളുടെ ഒരാള് അതിലെ ഒരു ശ്ലോകം ഒന്ന് വായിക്കും. എന്നിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് നിന്ന് പഠിക്കൂ. പഠിച്ചു കഴിയുമ്പോൾ ആ ശ്ലോകം നിങ്ങളുടെ മനസ്സിൽ ആയല്ലോ. എന്നാൽ ഭഗവത്ഗീതയിൽ ആ ശ്ലോകം കുറഞ്ഞു, പുസ്തകത്തിൽ ആ ശ്ലോകം കുറഞ്ഞോ? കുറഞ്ഞില്ല. നിങ്ങളുടെ മനസ്സിലുമായി, പുസ്തകത്തിലും അതുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച, നിങ്ങളാകുന്ന ഭഗവാന്റെ മുമ്പിലേക്ക് വെച്ച നിവേദ്യമാണ് ഭഗവത്ഗീത. അത് സൂക്ഷ്മരൂപിയായിരിക്കുന്ന ഭഗവാൻ സൂക്ഷ്മഭാവത്തിൽ തന്നെ
ആ ശ്ലോകം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു. ആ സൂക്ഷ്മരൂപിയായ ഭഗവാൻ സൂക്ഷ്മരൂപത്തിൽ സ്വീകരിച്ച അത് പുറത്തു നിൽക്കുന്ന ഒരാൾക്കും കാണാൻ കഴിയില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ സൂക്ഷ്മമായിരിക്കുന്ന ജ്ഞാനം സൂക്ഷ്മമാണ്, ഭഗവാനും സൂക്ഷ്മമാണ്. അപ്പൊ സൂക്ഷ്മമായിരിക്കുന്ന സൂക്ഷ്മരൂപിയായിരിക്കുന്ന ഭഗവാൻ സൂക്ഷ്മരൂപമായിരിക്കുന്ന ജ്ഞാനത്തെ അത് സ്വീകരിച്ചു, അത് അവിടെ എത്തി. എങ്ങനെയാണോ ഭഗവത്ഗീതയിൽ നിങ്ങൾ വായിച്ച ശ്ലോകം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞതും അത് ഭഗവത്ഗീതയിൽ കുറവുണ്ടാകാതിരുന്നതും. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അവസ്ഥ. നമ്മൾ അറിയണം, സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങളുടെ കാര്യകാരണങ്ങൾ അറിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നിവേദ്യം ഭഗവാൻ സ്വീകരിക്കുന്നു. ഭഗവാൻ സൂക്ഷ്മരൂപിയാണ്. ആ സൂക്ഷ്മരൂപി സൂക്ഷ്മഭാവത്തിൽ തന്നെ അതിന്റെ ഭാഗം സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൗതികമായിരിക്കുന്ന നിവേദ്യ വസ്തുവിൽ കുറവ് ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയണം, സ്വീകരിക്കുന്നു, അതിനൊരു മാറ്റവുമില്ല. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ കുചേലൻ കൊണ്ടുവന്ന അവരെ ഭഗവാൻ സ്വീകരിച്ചു. അത് ഭൗതികമായ ഒരു കാഴ്ചയായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുതാനും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഭഗവാനാണോ നിങ്ങളാണോ? തെറ്റി. ഭഗവാനാണെന്നാണ് നമ്മുടെ ധാരണ. ഭഗവാൻ ആര് കൊടുത്താലും സ്വീകരിക്കും. പക്ഷെ എന്ത് വേണം? ഭക്തിയോടുകൂടി കൊടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അസ്നാമി പ്രയതാത്മനാ. നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, അവിടെ ഭക്തിയോടുകൂടി കൊടുക്കുന്നു എന്നത് മാത്രമാണ് പ്രധാനമെന്ന് കുചേല സംഗതിയിൽ കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ അത് ഭഗവാൻ അർജുനനെ ഉപദേശിച്ച് കൊടുക്കുന്ന ഭഗവത്ഗീതയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ചേർത്ത് കൊണ്ടുപോകണം. ഭഗവത്ഗീത ഭഗവാന്റെ വചനങ്ങളാണെങ്കിൽ ആ വചനങ്ങളെ അന്വർത്ഥമാക്കുന്ന ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ആ ഒരു നിലയ്ക്ക് നമുക്കതിനെ ഒന്ന് വീക്ഷിക്കുവാൻ സാധിക്കണം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഭക്തരായുള്ളവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടുമെന്നറിയണം. നല്ല ഫലം, ജലം, അതുപോലെ നല്ല കുസുമങ്ങൾ, പുഷ്പം, അതുപോലെ തന്നെയാണ് നല്ല സൽഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണം എനിക്ക് അത് ഇഷ്ടമായി വരുമെന്നാണ് പറയുന്നത്. ഇനി ഒരു വാക്കുകൂടി നമ്മളിവിടെ എടുക്കേണ്ടതുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ അതല്പ സാമൂഹികമായി ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എനിക്ക് കുസുമങ്ങൾ ഇഷ്ടമാണ്, പൂക്കൾ ഇഷ്ടമാണ്, പുഷ്പങ്ങൾ ഇഷ്ടമാണ്. നോക്കൂ, ഇന്നുണ്ടായി നാളെ കൊഴിഞ്ഞു പോകുന്നതാണ് പുഷ്പങ്ങൾ. ഒരുപക്ഷെ ഇത് ആരും അധിക പ്രാധാന്യം കൊടുക്കാതെ പോകേണ്ടതായിരുന്നു. എന്താ കാര്യം? ഭഗവാൻ ഇഷ്ടമല്ലായിരുന്നു. ഭഗവാന് പുഷ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളെല്ലാവരും വരുമ്പോൾ കയ്യിലൊരു പൂവെങ്കിലും കരുതാറില്ലേ? അപ്പോ ആ പൂവ് ഭഗവാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണ ഭാവം നമ്മളൊന്ന് നോക്കണം. ഈ കാലഘട്ടത്തിൽ ഈ പൂക്കൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാകും? ആലോചിച്ച് നോക്കൂ. ഭഗവാന് പുഷ്പം ഇഷ്ടമാണ് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പൂക്കൾ നമുക്കിന്ന് ജീവനോപാധിയായി മാറിയില്ലേ? പൂക്കൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളില്ലേ, കൃഷിപ്പാടങ്ങളില്ലേ, ഭൂപാടങ്ങളില്ലേ, അവിടെ പണിയെടുക്കുന്നവരില്ലേ, ആ പൂക്കൾ പറിക്കുന്നവരില്ലേ, അത് വൃത്തിയാക്കുന്നവരില്ലേ, അത് പാക്കറ്റിലാക്കുന്നവരില്ലേ, അത് കൊണ്ടുപോകുന്നവരില്ലേ? അങ്ങനെ എത്രായിരം കുടുംബങ്ങളാണ്. ഭഗവാൻ ഈ പൂ ഇഷ്ടമാണ്, പ്രത്യേകിച്ചും ഇന്നുണ്ടായി നാളെ കൊഴിഞ്ഞ് നശിച്ചു പോകുന്ന സാധനമാണ്. അതുപോലും എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ മാനവ സമൂഹത്തിന്റെ ജീവനോപാധിയാക്കി മാറ്റുവാൻ കഴിഞ്ഞുവെങ്കിൽ സനാതനധർമ്മത്തിന്റെ ദീർഘവീക്ഷണത്വവും സനാതനധർമ്മത്തിന്റെ കാലികമായ ആശയങ്ങളും അതെല്ലാ കാലത്തും എത്ര ദീർഘമാണെന്നറിയണം. സനാതനധർമ്മമൊക്കെ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പരസ്യമായി പറയുമ്പോൾ അവരറിയേണ്ട ഒരു കാര്യം, സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ക്ഷേത്രമെന്നും ഇല്ലേ? സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ക്ഷേത്രം. ആ ക്ഷേത്രങ്ങൾ കൊണ്ട് എത്ര ലക്ഷം ആളുകളാണ് ഉപജീവനം നടത്തുന്നത്. നിഷേധിക്കാൻ പറ്റുമോ?
ഭഗവാന് വേണ്ടുന്ന നിവേദ്യ വസ്തുക്കൾ ഒരുക്കുന്നവരും പൂജ ചെയ്യുന്നവരും കഴകപ്പണി ചെയ്യുന്നവരും എന്ന് വേണ്ട ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പറയുന്ന ദേവാലയം കൊണ്ട് ജീവിക്കുന്നത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല തന്നെ ഈ ആധ്യാത്മിക മേഖലയാണ്. അങ്ങനെയുള്ള ആധ്യാത്മിക മേഖലയുടെ അടിസ്ഥാന ഘടകമായ ക്ഷേത്രം, അത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അപ്പൊ സനാതന ധർമ്മം നശിച്ചു പോകണമെന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ക്ഷേത്രവും കൂടി നശിക്കണം. അങ്ങനെ വലിയൊരു ജനവിഭാഗത്തിന്റെ അന്നം കിട്ടുന്നത് ഇല്ലാതാക്കണം. ആധ്യാത്മികത നശിച്ചാൽ ഒരുപാട് പേരുടെ അന്നം മുട്ടിപ്പോകുന്ന അവസ്ഥയല്ലേ? ക്ഷേത്രങ്ങൾ ജോലി ചെയ്യുന്നവരില്ലേ? എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, എണ്ണി നോക്കൂ. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള ഒരു നാട്ടിലാണ് ഞാനും നിങ്ങൾ താമസിക്കുന്നത്. ആ ക്ഷേത്രങ്ങൾ ഇവിടെ നിങ്ങൾ ഈ ക്ഷേത്രം നോക്കൂ, ചെറുതോ വലുതോ എന്നുള്ളതല്ല. ഒരു മേൽശാന്തിയില്ലേ? അവിടെ ഒരു കഴകമില്ലേ? അവർ ജീവിക്കുന്നില്ലേ? നിങ്ങൾ കൊടുക്കുന്ന നാണയത്തൊട്ടുകളല്ലേ അവരുടെ അന്നമാർഗം. അപ്പൊ ഈ ക്ഷേത്രം അങ്ങ് ഇല്ലാണ്ടായാൽ അവർ അന്നമുട്ടുകരല്ലേ? സനാതനധർമ്മം നശിക്കണമെന്ന് പറയുന്നവരുടെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പൂവ് പോലും വേസ്റ്റ് ആക്കാതെ അതും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ അതും കൊണ്ട് എന്റെ അടുത്ത് വന്നാലും മതി, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ഭഗവാന്റെ മനോഭാവവും ഇതുപോലെ ഈ സനാതനധർമ്മം നശിക്കണമെന്ന് പറയുന്ന മനോഭാവവും തമ്മിലൊന്ന് നമ്മൾ തട്ടിച്ചു നോക്കണം. വരും നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളും അമ്പലവിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. കാപട്യത്തിന്റെ അത്തരം മുഖങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്ത് എന്തെന്ന് കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇവിടെ ദരിദ്രനായിരിക്കുന്ന കുചേരൻ അടുത്ത് വന്നപ്പോൾ മാറോട് ചേർത്ത് പിടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഭഗവാൻ, ഇല്ലാത്തവനെന്നോ ഉള്ളവനെന്നോ ഭേദം കാണിക്കാത്ത ഭഗവാൻ, ആ ഭഗവാന്റെ ചരിത്രങ്ങൾ പറഞ്ഞ് മാനവനെ ഏകഭാവത്തിലെത്തിക്കുവാൻ, സമത്വത്തിലേക്ക് എത്തിക്കുവാൻ. ഈ സമത്വത്തെ പറ്റിയൊക്കെ ഭഗവാൻ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു. സമത്വത്തെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ വിവിഹസ്തിനി ശുചിജൈവ സ്വഭാഗേച പണ്ഡിത സമദർശിന. എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നവന്റെ പേരാണ് പണ്ഡിതൻ. മനസ്സിലാവുന്നില്ലേ? അല്ലാതെ ഭൗതികമായ കുറച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആരും പണ്ഡിതനായി മാറുന്നില്ല. അവന്റെ കാഴ്ചപ്പാടിൽ സമൂഹത്തെ ശരിയായ രീതിയിൽ എല്ലാവരിലും ഒരേ മനോഭാവം കാണുവാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് അറിവ് കുറവാണെങ്കിൽ അവന് അറിവ് പകർന്നു കൊടുത്ത് അവനെ കൂടി തന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുവാൻ കഴിയുന്ന മനോഭാവത്തോടു കൂടിയുള്ള ഒരു സമൂഹത്തെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് സനാതനധർമ്മം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിൽ തീർച്ചയായും ഭാഗവതത്തിലെ ഓരോ കഥകളും നമുക്ക് പകർന്നു തരുന്നത് അത്യന്തം ശ്രേഷ്ഠമായ, സന്മാർഗപരമായ, സച്ചിന്താപരമായ നിരവധി ആശയങ്ങളാണ്. ഇതാണ് നമ്മൾ കളഞ്ഞു കുളിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ കേവലം സപ്താഹ യജ്ഞങ്ങളിൽ വരുമ്പോ ഏതെങ്കിലും വേഷവിധാനം കാണാൻ മാത്രമല്ല പോകേണ്ടത്. അതിൽ കൂടി ഈ പറയുന്ന കഥകളിൽ കൂടി നമുക്കെന്ത് വ്യക്തിപരമായി, കുടുംബപരമായി, സമൂഹപരമായി മാറ്റമുണ്ടാക്കാം എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അത് കുചേലകഥയിൽ ഏറ്റവും ശ്രേഷ്ഠമാണത്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും അവസ്ഥയിൽ നിന്നും ഒരാളെ ഉന്നതമായ സമ്പത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ മുഴുവൻ ഈശ്വര ധ്യാനം ഉണ്ടായിരിക്കണം. എന്ന് മാത്രമല്ല, ഭഗവാൻ പറയുന്ന ഒരു വാക്യം കൂടിയുണ്ട് ഭഗവത്ഗീതയിൽ. എന്താണ്? നഹി കല്യാണ ദുർഗതിം താതഗച്ഛതി. എന്റെ ഭക്തന് ഒരിക്കലും ഒരു ദുർഗതിയെ ഞാൻ വരുത്തില്ല. അതാണ് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളെ നമുക്ക് പുരാണത്തിൽ കാണാം. ഇനി മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. ഈ ഉറപ്പ് ഭഗവാൻ തരുമ്പോൾ ജീവിതകാലം മുഴുവൻ ഭഗവാനെ ധ്യാനിച്ച് നടന്ന കുചേരന് നശിച്ചു പോകാൻ പറ്റുമോ? അദ്ദേഹത്തിനെ താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ? അതെ, ഭക്തനെ രക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഭക്തനാണോ? അതുകൂടി നമ്മൾ നിശ്ചയിക്കണം. ഭക്തിയുടെ ലക്ഷ്യം കാപട്യമല്ല. ഭക്തിയുടെ മുഖം കാപട്യമാവരുത്. നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ ഭക്തിയാണ് അവിടെ പ്രകടമാക്കേണ്ടത്. ഇനി നമുക്ക് കുചേലന്റെ ഭഗവാന്റെ അടുക്കലേക്ക് പോകുന്നതിന് കാരണമായ അവസ്ഥയിലേക്കൊന്ന് പോയാൽ, നമ്മളിപ്പോ ഇവിടെ കിളിപ്പാട്ട് പുസ്തകം വെച്ചാണ് പറയണത്. മൂലം ഭാഗവതമായിട്ട് കുറച്ചുകൂടി വ്യാഖ്യാനിക്കാൻ മൂലം ഭാഗവതിച്ച് സാധിക്കും. എന്തായാലും ആവട്ടെ, ഇവിടെ
കുചേലന്റെ പത്നി ഭഗവാന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള കാരണമായിട്ട് പറയുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഈ ഭാഗവതം കേൾക്കുന്നതാരാ? ശുഖബ്രഹ്മർഷിയിൽ നിന്നും പരീക്ഷിത്ത് മഹാരാജാവാണ് ഇത് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്ന നിരവധി കഥകൾ കേട്ട് കഴിഞ്ഞപ്പോ പരീക്ഷത്തിന് തന്നെ ഒരു അറിവ് വർദ്ധിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെ അറിവ് വർദ്ധിച്ചു കഴിഞ്ഞപ്പോ ആ പരീക്ഷത്ത് സുഖബ്രഹ്മർഷിയോട് പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ്? മാധവ ലീലകൾ കേട്ടാൽ മതിവര, ബോധം വരുത്തും ഹരികഥ, സാധുക്കൾ ഭക്ത്യാ നിലയ്ക്കുകയും കേൾക്കുകയും ചെയ്യില്ലോ, ഭക്തർക്ക് മറ്റൊന്നിൽ ആശയുണ്ടാകുമോ? അതാണ്. അപ്പൊ മാധവന്റെ കഥ, മാധവൻ ആരാ? ഭഗവാനാണ്. ആ ഭഗവാന്റെ കഥ എത്ര കേട്ടാലും മതിയാവണില്ല. അതുകൊണ്ട് ശുഖബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് പറയുകയാണ്, അല്ലയോ ശുഖബ്രഹ്മർഷേ, അങ്ങ് ഇനിയും പറയൂ, തൊൽ കൃപ കൊണ്ട് ഇനിയും ഹരിസൽക്കഥ ഒക്കെയും എന്നെ അരുൾ ചെയ്തു കേൾപ്പിക്കാം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശുഖബ്രഹ്മർഷി പറയുന്നത്, എന്നാൽ നിനക്ക് ഞാൻ ഒരു ഭക്തന്റെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുചേല കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഉപാഖ്യാനം എന്ന നിലയിൽ അതിനെ പറയാനുണ്ടായൊരു സാഹചര്യം. അങ്ങനെ കുചേലന്റെ കഥയിലേക്ക് കടക്കുമ്പോ അദ്ദേഹത്തിനെ പറ്റി പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഭക്തന് വേണ്ടുന്ന അത്യാവശ്യ ലക്ഷണം കൂടി അവിടെ വരുന്നുണ്ട്. ശരിക്കുള്ള ഭക്തന്റെ ലക്ഷണത്തെ പറ്റി ഭഗവാൻ പ്രതിപാദിക്കുന്നൊരു ഭാഗമുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയില് 12-ാമത്തെ അധ്യായം പരിപൂർണമായി ഭക്തന്റെ ലക്ഷണത്തെ പറ്റി പറയാം. ആ അധ്യായത്തിന്റെ പേര് തന്നെ ഭക്തി യോഗം എന്നാണ്. ഇതിലൊക്കെ പറയണത് കേട്ടാൽ നമ്മള് ഭക്തനാണോ എന്ന് സംശയിച്ചു പോകും. കാരണം അതിലെ 18-ാമത്തെ മാത്രം ശ്ലോകം മതി. സമശത്രൗച മിത്രേച തഥാ മാനാപമാനയോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. പറ്റുമോ ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണാൻ? അപ്പൊ അത്തരത്തിലേക്ക് സർവരിലും ഈശ്വരനെ ദർശിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്നാണ് പറയുക. അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സ്വന്തം ഭവനത്തിൽ ഒരു ഭഗവത്ഗീത പോലും മേടിച്ച് വെക്കാത്ത ക്ഷേത്രവിശ്വാസികളും ഭക്തന്മാരുമാണ് നമ്മളെന്ന് പറയുമ്പോ ഭഗവത് വചനമാകണം ഭവനങ്ങൾക്ക് കവചം. മനസ്സിലാവുന്നില്ലേ? ആ ഭഗവത് വചനങ്ങൾ ആ ഭവനങ്ങളിൽ ഒന്ന് വായിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ഭവനത്തെയും അത് ശുദ്ധീകരിക്കും. നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാവും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ള ഒരു വലിയ പരിവർത്തനം നമുക്കവിടെ സംഭവിക്കും. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെയും നമ്മളതൊക്കെ ഓർക്കുക. ഭക്തന്റെ ലക്ഷണം കഴിയുമെങ്കിൽ ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ഭക്തി യോഗം, അതിന്റെ ഒരു വ്യാഖ്യാനം നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കും. ഭക്തി ലക്ഷണമൊക്കെ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവ ഉപദേശത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, കുചേലനെ പറ്റി പറയുമ്പോ എന്താ പറയാ? മാധവതുല്യനായ എത്രയും നല്ലൊരു ഭൂസുരനായ കുചേലൻ. എന്താ പറഞ്ഞത്? മാധവന്റെ കഥയാണ് പറയുന്നത്. അതേ മാധവന് തുല്യനാണത്രേ കുചേലൻ. സുഖബ്രഹ്മർഷിയുടെ പ്രസ്താവനയാണ്. മാധവതുല്യനായ എത്രയും നല്ലൊരു ഭൂസുരൻ. ഭൂസുരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലെ ദേവൻ എന്നാണ് അർത്ഥം. ഭൂമിയിലെ ദേവൻ എന്ന് പറയുമ്പോൾ ആ ദേവതാ സങ്കല്പങ്ങളെ ദേവനെയും അറിഞ്ഞ് യമനിയമാദികളൊക്കെ പാലിച്ച് ജീവിതം നയിക്കുന്നവരാണ്. അവരെയാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുക. ആ ആളുകളെ ബ്രാഹ്മണൻ എന്ന് കൂടി പറയും. ഇതിപ്പോ കേൾക്കുമ്പോൾ ആളുകൾക്ക് ബ്രാഹ്മണൻ എന്ന് കേട്ടാൽ ഇപ്പൊ ആകപ്പാടെ കൊല്ലാപ്പ. കാരണം എന്താണ്? വാക്കിന്റെ അർത്ഥം അറിയാതെ ആക്ഷേപിക്കുവാൻ കുറെ ആളുകൾ ഇങ്ങനെ കച്ചകെട്ടി നടക്കുക. അറിഞ്ഞവർ ആക്ഷേപിക്കില്ലേ എന്ന് മാത്രവുമല്ല, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു അല്ലേ? മൂല്യങ്ങൾ, ഗുണങ്ങൾ, ആ ഗുണങ്ങളാണ് ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠതയെ നിശ്ചയിക്കുന്നത്. അത്തരം ഗുണങ്ങളുള്ളവർ നാടിന് ദോഷം വരുന്നതും വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ദോഷം വരുന്നതോ ഒന്നും ചെയ്യുകയോ ചെയ്യാൻ ചിന്തിക്കുകയോ ചെയ്യില്ല. അവിടെയാണ്. അപ്പൊ ആദതായികളുടെ എണ്ണം വളരെ കുറയും അത്തരം അറിവുള്ളവരുണ്ടായാൽ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആദതായികളുടെ എണ്ണം വീടിന് തീ വെക്കുക, കണ്ടവരെയൊക്കെ കൊല്ലുക, അന്യന്റെ ഭക്ഷണം മോഷ്ടിക്കുക, വിഷം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണത്തിൽ പോലും വിഷം ചേർത്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരെയാണ് ആദതായികളെന്ന് പറയുന്നത്. അപ്പൊ അത്തരം ആളുകളുടെ എണ്ണം കുറയണമെങ്കിൽ ഇവിടെ എന്ത് വേണം?
ആധ്യാത്മികവും ഭൗതികവും ആയ ജ്ഞാനം ഉണ്ടാവണം. ആ അറിവുള്ളവരെയാണ് എന്ത് പറയുക? ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ജ്ഞാനി അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുക. അല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരായിട്ട് ദയവ് ചെയ്ത് ആരും അതിനെ കാണിച്ചു വെക്കരുത് എന്നുകൂടി ഓർക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടെ നല്ലൊരു ഭൂസുരനാണ്, ഭൂമിയിലെ സുരനാണ്. അപ്പൊ നേളി പറഞ്ഞ എന്താ? മാധവ തുല്യനാണ്. അപ്പൊ പിന്നെ ഭൂമിയിലെയും സുരൻ തന്നെയാണ്, തർക്കമൊന്നുമില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? അത് എങ്ങനെയാ ജീവിക്കുന്നേ? നിത്യം യമനിയമാദി സമസ്തവും ഭക്ത്യാ പ്രവർത്തിച്ച് കൃത്യം പിഴയാതെ നിർമ്മലനാകും കുചേലൻ. നിർമ്മലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഴുക്കില്ലാത്തവൻ, ദുശ്ചിന്തയില്ലാത്തവൻ, സ്വാർത്ഥതയില്ലാത്തവൻ. യമനിയമാദികള്, അതാണ് 10 കൽപ്പനകളാണ് നമുക്കുള്ളത്. യമം 5, നിയമം 5, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ ഇതൊക്കെ പരിപാലിച്ച് കൃത്യതയോടുകൂടി ജീവിക്കുക. നമുക്കതില്ലാത്തൊരു സാധനമാണ് കൃത്യനിഷ്ഠ. ഉണ്ടോ? സപ്താഹം തുടങ്ങുന്നത് 6 മണിക്ക് 6:30 മണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്തൊന്നും ഉണരത്ത് പോലും ഇല്ല പലപ്പോഴും, ഇല്ലേ? പൂജ തുടങ്ങുന്നത് 5 മണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ 6 മണിക്ക് എത്തും. ഭയങ്കര കൃത്യനിഷ്ഠതയാണ്. അതിനൊക്കെ ഒന്ന് മാറണം കേട്ടോ. ചില കാര്യങ്ങളിലെങ്കിലും കൃത്യനിഷ്ഠ ഇല്ലെങ്കിൽ ചിട്ടയില്ലാത്തവന് നേട്ടമില്ലെന്നാണ് പൊതുവെ പറയുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചിട്ടയോടുകൂടി, കൃത്യനിഷ്ഠയോടുകൂടി, ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളാണ് കുചേലൻ. അതുകൊണ്ട് തന്നെ നിർമ്മലൻ എന്ന വാക്കിന് അദ്ദേഹം പൂർണ്ണമായും യോഗ്യനുമാണ്. എന്നിട്ടെന്താ പറയുന്നത്? അങ്ങനെയുള്ളതായ കുചേലന് മാനസേ വന്നിരിക്കുന്നത് ഇഹപരം വൈരാഗ്യം. വൈരാഗ്യം ഉണ്ട്. അപ്പൊ വൈരാഗ്യം എന്താ? ഇഹപരം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈരാഗ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ തോന്നുന്ന എന്താണ്? സ്വാഭാവികമായിട്ടും മറ്റുള്ളവരോട് തോന്നുന്ന വിദ്വേഷമാണ്. ആധ്യാത്മിക ഭാഷയിലെ വൈരാഗ്യം അതല്ല കേട്ടോ. ആധ്യാത്മിക ഭാഷയിലെ വൈരാഗ്യം എന്ന് പറയുന്നത് ചിലതിനോട് നമുക്ക് തോന്നുന്ന താല്പര്യമില്ലായ്മ, അതങ്ങോട്ട് ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചതിനോട് പിന്നെ നമുക്ക് മോഹം തോന്നാതിരിക്കുക. മനസ്സിലാവുന്നില്ലേ? ഇത് പറ്റിയൊക്കെ ഗീതയിൽ ആധ്യാത്മികത പറയുന്നുണ്ട്, സൂചിപ്പിച്ചു പോകാമെന്ന് മാത്രം. അപ്പൊ ഇത്തരത്തിൽ ഈ ലോകത്തിന്റെ ഭൗതികമായിരിക്കുന്ന ഒരു സുഖത്തിനോടും ഒരു വസ്തുവിനോടും വലിയ താല്പര്യമൊന്നുമില്ല. അത്തരത്തിൽ ആ ഒരു മനസ്സോടുകൂടിയാണ് കുചേലനുള്ളത്. അദ്ദേഹം നിത്യകർമ്മങ്ങളൊക്കെ ഭക്തിയോടുകൂടി ചെയ്യുകയും അത് സമർപ്പിക്കും. എവിടെയാണ്? പരങ്കൽ സമർപ്പിക്കും, ഭഗവാങ്കൽ സമർപ്പിക്കുന്ന. ഭഗവത്ഗീതയില് 18-ാം അധ്യായത്തില് 66-ാമത്തെ ശ്ലോകത്തില് പറയുന്നൊരു വാക്കുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എന്താ പറയുന്നത്? മാ ശുച, നീ കരയരുത്. എന്താ കാര്യം? നിന്നെ ഞാൻ മോക്ഷത്തിലേക്ക് എത്തിക്കും. പക്ഷെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഈ പറഞ്ഞ എന്താ കുചേലന്റെ കാര്യം? എന്തു ചെയ്താലും അത് ഭഗവാങ്കൽ സമർപ്പിക്കും. അത് തന്നെയാണ് സർവധർമ്മം. എല്ലാ സർവധർമ്മങ്ങളും ഭഗവാങ്കൽ സമർപ്പിച്ച് ചെയ്യുന്ന ഒരാള്. അങ്ങനെ സർവധർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ആരാണോ നിത്യവും കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ളവരുടെ എന്ത് ചെയ്യും? അവരുടെ പാപമല്ല ഞാൻ ഇല്ലാതാക്കി അവരെ ഞാൻ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭഗവാൻ പറഞ്ഞെങ്കിൽ അത് ചെയ്യുന്ന കുചേലനെ ഭഗവാൻ അങ്ങനെ ചെയ്യണ്ടേ? നിങ്ങൾ ഓർക്കണം, ഭഗവാൻ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുവാൻ ഭഗവാൻ ഓരോരുത്തരെ നമുക്ക് ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം, ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക. അങ്ങനെയുള്ളവർക്ക് അഹം, ഞാൻ, ത്വ, അവരുടെ സർവപാപേഭ്യ, എല്ലാ പാപങ്ങളെയും മാറ്റിയിട്ട് മോക്ഷയിഷ്യാമി, അവർക്ക് ഞാൻ എന്ത് കൊടുക്കും? മോക്ഷം കൊടുക്കും. അതുകൊണ്ട് നീ കരയരുത്. ഭഗവാൻ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ കാത്തു നിൽക്കുകയാണെന്നേ. വെറുതെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ധർമ്മങ്ങളൊക്കെ ചെയ്യണം. അത് ഭഗവാങ്കൽ സമർപ്പിക്കൂ. ഞാൻ ചെയ്തു എന്നുള്ള ആ ഭാവം ഒന്ന് മാറ്റിവെച്ചിട്ട് ഭഗവാങ്കൽ സമർപ്പിക്കൂ എന്ന് ഭഗവാൻ പറയുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിത്യകർമ്മങ്ങളും മംഗലഭക്തിയ പരങ്കൽ സമർപ്പിച്ചു കുചേലൻ. എല്ലാം ഭഗവാങ്കൽ സമർപ്പിച്ചു. നോക്കൂ, ആ കുചേലന് അർഹിക്കുന്ന അനുഗ്രഹം കൊടുക്കാൻ ഭഗവാൻ തയ്യാറാകണ്ടേ? തയ്യാറാകില്ലേ? അപ്പൊ ഈ കുചേലന് അനുഗ്രഹം കിട്ടി എന്ന് പറയുമ്പോ നമ്മളെല്ലാം കുചേലന്മാരാണെന്ന് തോന്നിയിട്ട് കാര്യമില്ല.
ആ കുചേലന്റെ സ്വഭാവം ഒന്ന് പഠിച്ചിട്ട് അതുപോലൊക്കെ ഒന്ന് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ ദ്വാപര യുഗത്തിൽ കഴിഞ്ഞാൽ അത്രയും പറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു അംശമെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണ്ടേ. എല്ലാരും പറയും ഞങ്ങള് അവര് സമർപ്പിച്ചു, അത് ചെയ്യും, ഇത് ചെയ്തു, എന്നിട്ടും കുചേലന് കിട്ടിയ ഗതിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ കുചേലന്റെ മനസ്സും കുചേലന്റെ സ്വഭാവവും ഒക്കെ നമ്മളൊന്ന് അറിയണ്ടേ. അപ്പൊ ഇതിനാണ് കുചേലന്റെ കഥ അറിഞ്ഞാൽ പോരാ, കുചേലൻ ആരെല്ലാം കൂടി അറിയണം. എന്തുകൊണ്ടാണ് കുചേലനത് കിട്ടിയത്? ഈ പറഞ്ഞ ഗുണങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുചേലൻ എല്ലാം ഭഗവാന്റെ സമർപ്പിച്ച് ചെയ്ത് ഒരു നാളാണ്. പക്ഷേ കുടുംബത്തിൽ എന്താണ് ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഭഗവാൻ പണ്ടേ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? ഞാൻ അവന്റെ സമ്പത്തെല്ലാം ആദ്യം ഇങ്ങെടുക്കും. മനസ്സിലാവുന്നില്ലേ? അത് കഴിയുമ്പോൾ ഞാൻ അവന്റെ ബന്ധുക്കളെ ഒക്കെ ഒന്ന് അകറ്റും. അതെന്തൊരു ഭഗവാനാണ്. അത് കഴിയുമ്പോ പിന്നെ അവൻ ആരെയും ആശ്രയിക്കാൻ വേറെ ഇല്ലാതെ വരുമ്പോ അവൻ എങ്ങോട്ട് തിരിയും? പിന്നെ അവൻ എന്റെ അടുക്കലേക്ക് ഞാൻ നേരിട്ട് പോരും. മനസ്സിലായില്ലേ? ഒരാളെ ഭഗവാനെ ഭക്തനായിട്ട് കൂടെ അങ്ങ് കൂട്ടണമെങ്കിൽ ഭഗവാൻ ചെയ്യുന്ന പണി ഇതൊക്കെയാണ്. അതായത് ഒരാൾക്ക് ഭൗതിക വസ്തുക്കളോട് അമിതമായ താല്പര്യം വന്നാൽ ഒരിക്കലും ഭഗവാനെ ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ധനത്തിന്റെ പിറകെ ഓടുന്നു, ഭഗവാന്റെ പിറകെ പോകാറില്ല. വേണമെങ്കിൽ ഇപ്പൊ ഭഗവാൻ നമ്മുടെ പിറകെ വരണം. അമ്പലത്തിന്റെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ പാവപ്പെട്ട കമ്മിറ്റിക്കാരന്മാര് 5-6 പ്രാവശ്യം നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങണം. ഇതല്ലേ അവസ്ഥ? എന്നാൽ ശരിക്കുള്ള ഭക്തി ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ അങ്ങോട്ട് ചെന്ന് അവിടെ എന്താണോ വേണ്ടത് അത് കണ്ടറിഞ്ഞ് നമ്മൾ കൊടുക്കും, നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭക്തിയുടെ ഒരു ഭാവം നമുക്ക് മനസ്സിലാകുക. ഇതിപ്പോ നമ്മൾ വേണമെങ്കിൽ ഭഗവാൻ ഇങ്ങോട്ട് വരണം. എടുത്തിറക്കൊക്കെ ചില അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ആനയപ്പുറത്ത് എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട്. അപ്പൊ കാണാം ഒത്തിരി ഉള്ളിലാ വീടെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കും കയ്യും കെട്ടി, ആന ഇങ്ങോട്ട് കയറട്ട്, എന്നിട്ട് വേണം ഇവിടെ പറയണ്ട, ഇല്ലെങ്കിൽ പറയണ്ട. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ധാരണ എന്താണ്? ഭഗവാന് വേണ്ടിയാണ് അവരെടുന്ന. ഒരിക്കലല്ല. ഭഗവാൻ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ആർക്കാ ഇതൊക്കെ ആവശ്യം? നമുക്കാണ്. നമ്മൾ ഭഗവാനെയാണ് വെല്ലുവിളിക്കുക പലപ്പോഴും. അത്തരം മനോഭാവം ഒന്നും വേണ്ട. അതുകൊണ്ട് ക്ഷേത്രങ്ങളോട് നമുക്ക് അത്തരം മനോഭാവങ്ങൾ വേണ്ട. തെറ്റ് നടക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് ഞാനും പറയില്ല. അപ്പൊ തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ട് തിരുത്തുന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല നമ്മള് ഒന്നിനും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് ക്ഷേത്രങ്ങൾ എപ്പോഴും പരിപാലിക്കപ്പെടേണ്ട ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഭഗവാൻക്ക് സമർപ്പിച്ച് ചെയ്യുക എന്നും അതുകൊണ്ട് അത്തരത്തിൽ ചെയ്തു പോരണമെന്നും ഒക്കെ പറഞ്ഞു. അതുകൊണ്ടുള്ള കുചേലന്റെ അവസ്ഥയിലും ആദ്യം ധനമൊക്കെ ഇങ്ങ് എടുത്തു. അത്രേ ആ ധനമൊക്കെ ഇങ്ങ് എടുത്തു. അതെടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അപ്പോഴും ഭഗവാനെ വിട്ടില്ല. ധനം ഉള്ളപ്പോഴും വിട്ടില്ല, ഇല്ലാത്തപ്പോഴും വിട്ടില്ല. ഇനി ഉണ്ടായതിന് ശേഷവും വിടുന്നില്ല. അതാണ് കുചേലൻ നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃക. ഏതവസ്ഥയിലും, ധനം ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും ഭഗവാനെ നിരന്തരം ധ്യാനിക്കുക. സദാ സേവ്യ സദാ സേവ്യ, എപ്പോഴും ഭഗവാനെ അങ്ങനെ സേവിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തില് ധനത്തിന്റെ കുറവ് വന്നാൽ അത് ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കും, ഭക്ഷണത്തെ ബാധിക്കും. ആ സമയത്താണ് കുചേലന്റെ പത്നി, നിർധനനാണെങ്കിലും പതിയോട് ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താ പറയുന്നത്? അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നതിനെ നോക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്കൃതം പഠിച്ചുള്ള ഗുണം. സംസ്കൃത ഭാഷയിൽ അസഭ്യവാക്കുകളില്ല, അതുകൊണ്ട് വേറെ വാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ അഭിസംബോധന ചെയ്തത്? പൃഥ്വിസുരോത്തമ. സുഖബ്രഹ്മശ്രീ ഉപയോഗിച്ചത് ഭൂസുരാണ്. ഇവിടെ എന്താ പറഞ്ഞത്? പൃഥ്വിസുരോത്തമ. പിന്നെന്താ? സർവൈക സമ്മത സദ്ഗുണമൂർത്തേ സർവജ്ഞ മമ കാന്ത. എന്താണ് പറഞ്ഞത്? ഭർത്താവിനെ എത്ര വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തത്. ഇന്നാണെങ്കിലും ബഹുമാനം ഇല്ലെന്ന് മാത്രമല്ല, വിളിക്കണ വിളി കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവല്ലേ. എന്നിട്ടിപ്പോ സമത്വം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വേണമെങ്കിൽ പേരും വിളിക്കും. പേരൊക്കെ മാറിയപ്പോ ഇടാപോടായൊക്കെ വിളി മാറിപ്പോയി. കാന്ത എന്ന വാക്കിന്റെ അപ്പുറത്തിൽ ചെവിപ്പുള്ളിയും കൂടെ ചേർത്ത് കോന്താന്ന് വിളിക്കുന്ന കാലത്തേക്ക് നമ്മൾ എത്തി. നമ്മൾ എത്ര കണ്ട് പുരാണങ്ങളിൽ നകന്നു, നമ്മൾ എത്ര കണ്ട് ധാർമ്മികതയിൽ നകന്നു.
പുരോഗമനം നല്ലതാണ്. പക്ഷേ പുരോഗമനം കൊണ്ടുവന്ന മനുഷ്യന്റെ മാനവിക ഭാവത്തെ തകർക്കുന്ന തരത്തിലുള്ള പുരോഗമനം വേണോ വേണ്ടതെന്ന്, ബന്ധങ്ങളിൽ ആ ബഹുമാനമില്ലാത്ത തരത്തിലുള്ള പുരോഗമനമാണോ വേണ്ടതെന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ഭർത്താവിനെ വിളിച്ചതാ, സർവൈക സമ്മത പ്രത്യുസുരത്തമ സദ്ഗുണമൂർത്തെ സർവജ്ഞ മമ കാന്ത. ഇനി ഭാര്യ അടുത്ത വാക്കണ്ട, നിർമ്മലയാം എന്റെ വാക്കുകൾ കേൾക്കണം. എന്താ പറഞ്ഞേ? ഞാൻ അഴുക്കില്ലാത്തവളാണെന്ന് ആർക്കാ ബോധ്യം? നമുക്കുണ്ടാവണം. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമുക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് എഴുതാൻ നമുക്ക് കഴിയണം. ഇപ്പൊ നിങ്ങൾക്കൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോകണം? വില്ലേജ് ഓഫീസിൽ പോകണം. വില്ലേജ് ഓഫീസറാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് സ്വഭാവം കൊള്ളാമോ ഇല്ലയോ എന്ന്. അതാണോ ശരി? സ്വന്തം അച്ഛനമ്മ എഴുതിയ പോലും പോരാ. അത്രയും കാലം കൂടെ ജീവിച്ച വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മ എഴുതിയ പോലും പോരാ മകന്റെ സ്വഭാവത്തെ പറ്റി. അവനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വില്ലേജ് ഓഫീസർ എഴുതണം. എന്തൊരു നിയമമാണെന്ന് ചോദിച്ചാൽ അതൊരു നിയമം തന്നെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ആ ഭക്തി തന്നെ പറയുന്നു, നിർമ്മലയാ എന്റെ വാക്കുകൾ കേൾക്കണം. ഇനി ഒരു സാധാരണ സ്ത്രീയുടെ ചിന്തയിലേക്ക് നമുക്കൊന്ന് വന്നാൽ, വിത്തവും ധാന്യവും ബന്ധുക്കളും ബഹുവിത്തവാന്മാരായി നമുക്കില്ലൊരുത്തരും ആകയാൽ തൊൽപുത്രർ അന്നമില്ല അന്നാശനമില്ല. മനസ്സിലാവുന്നില്ലേ? ആകയാൽ തൊൽപുത്രർ അന്നാശനമില്ല. ആകയാൽ ഞാനും തപിച്ചു മഹാമതി. എന്താ പറയാ? വിത്തമില്ല. ഇനി വിത്തമുള്ള അല്ലെങ്കിൽ ധനമില്ല, ധനമുള്ള ബന്ധുക്കളും നമുക്കില്ല. ഈ അവസ്ഥയിൽ നമ്മുടെ മക്കള് കഴിക്കാൻ ഭക്ഷണമില്ലാതെ വിശന്ന കരയുകയാണ്. അവര് പരാതി പറയുന്ന ആരോടാണ്? അമ്മയോടാണ്. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകണം മാനസികാവസ്ഥ എന്താണ്? പണ്ടൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്, വീട്ടില് അച്ഛൻ ഇറങ്ങിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈകുന്നേരം അന്നത്തേക്കുള്ള അന്നത്തിനുള്ള സാധനവുമായിട്ട് വരുന്നതും പ്രതീക്ഷിച്ച് മക്കളും ഭാര്യയും ഇരുന്ന ഒരു കാലം. അന്നൊക്കെ പാട്ടുകളൊക്കെ നല്ലതുണ്ടായിരുന്നു. മക്കളുടെ വിശപ്പ് മാറ്റാൻ അമ്മമാർ പ്രയോഗിച്ച പല വിദ്യകളുണ്ടായിരുന്നു. ഒരു അമ്മ പ്രയോഗിച്ച വിദ്യ എന്താണ്? ഒരു മൺകലം, മൺകലമാണ് കൂടുതൽ. അതെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് മൂട്ടിൽ തീ കൊടുക്കും, കുറച്ച് വെള്ളം ഒഴിക്കും, എന്നിട്ട് തവി എടുത്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഇളക്കിയിരിക്കും. കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഓടി വന്ന് അടുക്കള വാതിലിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ, എടാ ഇന്ന് എന്താ ഉണ്ട് കേട്ടോ, മുട്ടി തീ വെക്കണുണ്ട് കലത്തിന്. അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുക, വെറും വെള്ളേ ഉള്ളൂ. അപ്പോഴ് മക്കളിത് പറഞ്ഞ് ഒന്ന് ആശ്വസിച്ച് പോകും. ഒന്നുകൂടെ ചാടിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കഞ്ഞിയാവും. ആ പ്രതീക്ഷയിലാണ് മക്കൾ പോകുക. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ വീണ്ടും വരും, അമ്മേ കഞ്ഞി വെന്തില്ലേ? അമ്മ എന്തോ പ്രതീക്ഷിച്ചിരിക്കുക. വൈകിട്ട് അച്ഛൻ അരി കൊണ്ടുവന്നിട്ട് വേണം ഇതിനകത്ത് ഇത്തിരി കഞ്ഞിയാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുത്ത് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചൊന്ന് സമാധാനമായിട്ട് ഇറങ്ങാം എന്ന് നനച്ചിരിക്കണം. ആ സമയത്താണ് വരുന്നു വീണ്ടും മക്കള്, അമ്മേ കഞ്ഞി വെന്തില്ലേ? അപ്പൊ അമ്മ മക്കളോട് പറയും, ഇന്നത്തെ ഒരു അമ്മയുടെ ഭാവന പറഞ്ഞാലേ, അച്ഛനിപ്പം വരും, നിങ്ങൾ ഉറങ്ങല്ലേ മക്കളെ, അത്തലെല്ലാം തീരുമെന്റെ കരളിന്റെ പൂക്കളെ. നോക്കൂ ആ അമ്മയുടെ ആ വർത്തമാനം. അച്ഛനിപ്പം വരും, അപ്പൊ നമ്മുടെ അത്തലൊക്കെ തീരും. എന്നിട്ട് വിളിച്ച വിളി എന്താ? എന്റെ കരളിന്റെ പൂക്കളെ. നോക്കൂ, അമ്മയ്ക്ക് മക്കളോടും മക്കൾക്ക് അമ്മയോടുമുള്ള സ്നേഹത്തിന്റെ ആധിക്യം വാക്കുകളിൽ കൂടി വിവരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ ഇന്നത്തെ മക്കൾക്ക് കേൾക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെ അത്തരത്തിൽ മക്കളെ സമാധാനിപ്പിച്ച ഒരമ്മ, ഇവിടെ ഈ അമ്മ ഒടുവിൽ നിവർത്തി കെട്ടപ്പോ ഇങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചിട്ടുണ്ടാവാം കുചേലപത്നി. ഒടുവിൽ പരാതിയായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പരിഭവമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഭർത്താവിനെ കാര്യങ്ങൾ അറിയിക്കേണ്ട അവസ്ഥ, അതുകൊണ്ട് അറിയിച്ചു. മക്കൾക്ക് അന്നവുമില്ല, അവർക്ക് നല്ല വിശപ്പുമുണ്ട്. അവരെന്നോട് പരാതി പറയുന്നു. ഇനി അവരുടെ കാര്യം മാത്രമല്ല കേട്ടോ, ആകയാൽ ഞാനും തപിച്ചു മഹാമതേ, കൈകാൽ ഉടലും തളരുന്നതേറ്റവും, പിന്നെയോ പൈകൊണ്ട് നിൽപ്പാൻ അരുതെനിക്കൊട്ടുമേ. മക്കളുടെ കാര്യം മാത്രമല്ല കേട്ടോ, എനിക്കും വിശപ്പ് സഹിക്ക വയ്യാണ്ട് വന്നപ്പോ കയ്യും കാലും ഒക്കെ അങ്ങോട്ട് തളരുന്നതായിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും മക്കളുടെ വിശപ്പിനാണ് അമ്മയ്ക്ക് അവിടെയും
പ്രാധാന്യം, അതിലും മാതൃത്വത്തിന്റെ ഒരു മഹോന്നതമായ ഭാവമാണ്. പലപ്പോഴും ഭർത്താവിനും മക്കൾക്കും വിളമ്പി കഴിയുമ്പോൾ പാത്രത്തിനടിയിൽ വല്ലതും ഉണ്ട് എങ്കിൽ മാത്രം കഴിക്കുന്ന ആളുകളെ നമുക്കറിയാം. ഇന്നിപ്പോ അതൊന്നും കാണില്ല. കെട്ടിയ വരുന്നതിന് മുമ്പേ നമ്മുടെ കാര്യം കഴിച്ച് പോയി കിടന്നുറങ്ങുന്ന അവസ്ഥ ഇന്നത്തെ കാലത്ത്. അതായത് കാലികമായ മാറ്റം വന്നപ്പോഴേക്കും ബന്ധങ്ങൾക്കും സ്നേഹങ്ങളും എല്ലാം മാറി, ബഹുമാനമില്ല. ഇത്തരത്തിൽ വളരെയേറെ അബദ്ധങ്ങളിലേക്കാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് കരുതി ഭർത്താവിന്റെ അടിമയായിട്ട് ജീവിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. അത് അടുത്ത വിളി ഈ പറയുന്ന കുചേരൻ ഭാര്യയെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് കേൾക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയാണ് പരസ്പര ബഹുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാവം ഒരു കുടുംബത്തിൽ എത്രത്തോളം സന്തോഷവും സമാധാനവും ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് പറയുകയാണ്, പൈ കൊണ്ടു നിൽപ്പാനരുതനിക്കൊട്ടുമേ പാരം വിശന്നുകരയും കിടാവിന്റെ പാരവശ്യം കണ്ടുരുകുന്നു മാനസം. കുട്ടികളുടെ അവസ്ഥ കണ്ട് ഞാൻ ഉരുക. ഇനി സാധാരണ സ്ത്രീകളുടെ അവസ്ഥ പറയുമ്പോ അവരെന്തൊക്കെ ആഗ്രഹിക്കും? നല്ല വസന കനക ആഭരണങ്ങൾ എല്ലാമേ കാമിക്കുമല്ലോ തരുണിമാർ. ആഗ്രഹിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ? എല്ലാം ആഗ്രഹിക്കും. നമ്മള് കൃത്യമായിട്ട് എന്താണ്, ഓരോ തരത്തിലുള്ള നല്ല വീട് വേണം, നല്ല വസ്ത്രം വേണം, അങ്ങനെ പലതും നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ കുചേരന്റെ പത്നി പറയുന്നു, എന്നിവയൊന്നിലും ഇല്ലെനിക്കാഗ്രഹം. എന്താ പറഞ്ഞ? ഇതിലൊന്നിലും എനിക്ക് ഒരാഗ്രഹവുമില്ല. എനിക്ക് എന്ത് വേണം? സാധാരണ നിലയിൽ നിന്ന് 5 നേരം കഴിച്ച് ഏമ്പക്കോ വിട്ട് ബാക്കിയുള്ളത് നശിപ്പിച്ചു അന്നം നശിപ്പിച്ചു കളയുന്ന തലമുറ കേൾക്കാൻ തന്നെ പറയുകയാണ്, അന്നം ഒരിക്കൽ ഒരു ദിനമാ, ഒരു ദിവസം ഒരു നേരമെങ്കിലും എനിക്ക് അന്നം കിട്ടിയാൽ മതി എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. എന്നിട്ട് പറയുന്നു, തൊൽ കൃപയുണ്ടെങ്കിൽ ഒക്കെയും സാധിക്കും. അങ്ങ് വിചാരിച്ചാൽ അതൊക്കെ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, ഒരു സ്ത്രീയുടെ വിശ്വാസമാണ് ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം. കൃത്യമായി പറയുന്നു, ഉൾക്കാമ്പിൽ ഓർത്താൽ അതിനില്ല സംശയം, ദുഷ്ടവിനാശൻ ഇഷ്ടഫലപ്രദൻ വിഷ്ടപാധീശൻ ഭജനീയ കാമതൻ ചിന്താമരാക്ഷ അസുരാരി താപഹാപുട്ടകീർത്യ നിജദ്വാരക മന്ദിരേ ദുഷ്ടവിനാശനം വാഴുന്നതില്ലയോ. ആരെ പറ്റിയാ പറഞ്ഞതൂടെ? ഭഗവാനെ പറ്റിയാണ്. ദ്വാരകയിൽ വസിക്കലുണ്ട്. ഭഗവാന് കൊടുത്ത വർണ്ണനകൾ എന്തൊക്കെയാണ്? വളരെ വിശാലമാണ്. ആദ്യം പറയുന്നു, ദുഷ്ടവിനാശനൻ, ദുഷ്ടതയില്ലാതാക്കാൻ വന്നവനാണ്. ഇഷ്ടഫലപ്രദൻ, ഭക്തന്റെ ഇഷ്ടങ്ങളെ സാധിച്ചു കൊടുക്കുന്നവനാണ്. അതിലുപരിയായിട്ട് ഇഷ്ടഭാധീശൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശനാണ്. ഭജനീയ കാമതൻ, ഭജനയ്ക്ക് അർഹനാണ്. ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത്തരത്തിൽ എല്ലാ സഹായങ്ങളും നൽകുന്നവനും ഭജിക്കപ്പെടേണ്ടവനുമാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ചിന്താമരാക്ഷൻ, അസുരാരി, അസുരന്മാരുടെ ശത്രുവാണ്. തപഹ, ചിന്തിക്കാസ ബ്രഹ്മചാരി. ഈ വാക്ക് നമുക്കൊരു സംശയം ഉണ്ടാക്കും അല്ലെ? ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണെന്നൊക്കെ ചോദിക്കും. ഇവിടെ ബ്രഹ്മചാരി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹപാഠി എന്ന അർത്ഥത്തിലാണ്. ഒരുമിച്ച് പഠിച്ചവരല്ലേ നിങ്ങള്? കുചേരനും നമ്മുടെ കൃഷ്ണനും കൂടി ഒരുമിച്ച് പഠിച്ചവരാണ്. അങ്ങനെയുള്ളതായ ആ ഭഗവാൻ ലക്ഷ്മീപതിയാണ് അല്ലേ? രുക്മിണീദേവിയുടെ ഭർത്താവ് ലക്ഷ്മിയാണല്ലോ രുക്മിണിയായിട്ട് വന്നത്. അപ്പൊ ലക്ഷ്മീപതിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? വളരെ പുഷ്ടിയോടുകൂടി, കീർത്തിയോടുകൂടി, പുഷ്ടി കീർത്തിയ നിജ ദ്വാരക മന്ദിരേ സന്തതം തന്നുടെ ഭക്തജനത്തിന് ചിന്തിക്കൽ ആത്മാവ് പോലും കൊടുക്കും. അവിടെയാണ് ഒരാളുടെ വിശ്വാസം, ബോധ്യം. ഭഗവാനെ ചെന്ന് കണ്ടാൽ, ഭഗവാൻ അടുക്കൽ എത്തിയാൽ, ഭഗവാൻ തന്നെ തന്നെ ഭക്തന് കൊടുത്തിട്ട് ഞാനും ഭക്തനും രണ്ടല്ല ഒന്നാണ് എന്ന് സുവ്യക്തമായിട്ട് പറയും. ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ
കുചേലന്റെ പത്നി ഭഗവാനെ ഒന്ന് വർണ്ണിച്ചു വിസ്തരിച്ചു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഭഗവാനെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് കൂടി ഭാഗവതത്തിൽ കൂടി നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. അങ്ങനെ കേട്ടു. അതുകൊണ്ട് ചിന്തിക്കൽ ആത്മാവ് പോലും കൊടുത്തിടും ചന്താമരാക്ഷന്റെ പാദസരോജത്തെ സന്തതം ചിന്തിച്ചു വാഴും ഭവാൻ. അങ്ങനെയുള്ളതായ ഭഗവാന്റെ പാദങ്ങളിലല്ലേ അങ്ങ് എപ്പോഴും, ആ പാദങ്ങളെ ചിന്തിച്ചല്ലേ അങ്ങ് എപ്പോഴും കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം. ഇഷ്ടസഖനാണല്ലോ, അങ്ങയുടെ ഇഷ്ട സഖനാണ്, സഖാവാണ്. എന്താണ്? കൂട്ടുകാരനാണ് എന്ന് മാത്രവുമല്ല, ആ മാധവൻ അങ്ങയുടെയും കൂട്ടുകാരനാണ്, അങ്ങ് മാധവന്റെയും കൂട്ടുകാരനാണ്. പരസ്പരം കണ്ടിട്ട് കാലമേറെയായി. കണ്ടാൽ അറിയുമോ? ഈ കഴിഞ്ഞ കാലത്ത് ചില സിനിമകളൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കൂട്ടുകാരൻ ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടുന്നതും രക്ഷപ്പെടുത്തിയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ഇത്തരം കഥകളെ തന്നെ പല പ്രകാരത്തിൽ മാറ്റി തിരിച്ചെഴുതി എത്രയോ നോവലുകളും കഥകളും സിനിമകളും ഒക്കെ ഉണ്ടായിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചോ, ഇവിടെ ഉണ്ടാകുന്ന പല കഥകളുടെയും പല കാര്യം എല്ലാത്തിന്റെയും അടിസ്ഥാന കഥാഭാഗം മഹാഭാരതമോ ഭാഗവതമോ പുരാണങ്ങളോ ഒക്കെ തന്നെയാണ്. ആ കഥകളുടെ എല്ലാം ബീജമെടുക്കുന്നത് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിൽ തന്നെയാണ്. പിന്നെ അതിനെ വിവരക്കേട് കൊണ്ട് ചിലത് വക്രീകരിച്ച് കാണിക്കും, ചിലർ അതിന്റെ ധാർമ്മിക വശത്തെയും ഒക്കെ കാണിക്കുമെന്ന് മാത്രം. എന്തായാലും ഇവിടെ ഏറെ നാളായി കാണാതിരിക്കുമ്പോഴും അവരിപ്പോഴും മനസ്സുകൊണ്ട് വളരെ അടുത്താണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് എത്ര ദൂരെ നിന്നാലും, ഇപ്പൊ ഗൾഫിൽ ഇരിക്കുന്ന ഭർത്താവ് ഭാര്യയെ വിളിക്കുമ്പോ ഉറക്കെ സംസാരിക്കാറുണ്ടോ? വളരെ പതുക്കെ സംസാരിക്കുന്നത്, എങ്കിലും ഭാര്യയ്ക്ക് ഇത് കേൾക്കാം. പക്ഷെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോഴോ അടുത്തടുത്ത് നിന്നാലും എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര ഉറക്കെയാ സംസാരിക്കുന്നല്ലേ? ആണോ? എന്താ എന്റെ കാര്യം? അത് കോപം കൊണ്ടാ. അതാണ് അതിന്റെ വിഷയം. അപ്പൊ സ്നേഹമുള്ളിടത്ത് ശബ്ദം പതുക്കെ മതി. ഇവിടെ കൃഷ്ണനും കുചേലനും തമ്മില് മാനസികമായി ഒരകലവും ഇല്ല, പക്ഷെ ഭൗതികമായിട്ട് കുറെ അകലം ഉണ്ടാവാം. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ നിശബ്ദം പ്രാർത്ഥിച്ചാലും മതി, ചെറിയ പ്രാർത്ഥന മതി, അതുപോലെ ഭഗവാൻ കേൾക്കും. ഒരു തർക്കമില്ല, ചിന്തിച്ചാൽ മതി. അല്ലാതെ നമ്മൾ പറഞ്ഞ് വലിയ വായിലെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ അനാവശ്യമായ മറ്റൊന്നും വേണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? പിന്നെ പ്രഭാഷണത്തിനൊക്കെ ആയിക്കൊള്ളേണ്ട കാര്യം എന്താ? ദൂരെ ഇരുന്ന് കേൾക്കാം, പക്ഷെ എങ്കിലും അത് മുഖാമുഖം കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖവും ഒന്നും കിട്ടില്ല. ദൂരെ ഇങ്ങനെ വെച്ചതുകൊണ്ട് പലർക്കും വരാൻ താല്പര്യമില്ല. എന്താ? അത് ഇല്ല, സമയമാകുമ്പോ വന്നാൽ പോരെ, ആ സമയത്ത് മാത്രം വന്നാൽ മതിയല്ലോ. കേൾക്കാനെ കൊണ്ട് ഇവിടെ ഇരുന്നാലും കേൾക്കാമല്ലോ, പക്ഷെ കഴിക്കാനെ കൊണ്ട് ഇവിടെ ഇരുന്ന കഴിപ്പടക്കത്തില്ല, അങ്ങോട്ട് പോയെങ്കിലേ. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത് ദൈവം. എല്ലാവരും ആ ക്ഷേത്ര സന്നിധിയിൽ ദേവന്റെ അടുത്തില് ആ തിരുമുമ്പിൽ നിന്ന് എത്താനെ കൊണ്ട് തയ്യാറാവണം. അതും കൂടി ഇതിന്റെ ഒരു ആവശ്യമാണെന്ന് ചിന്തിക്കണം. എന്തായാലും ഇത്തരത്തിൽ കുചേലനും ഭഗവാനും ഒരിക്കലും അകലെയല്ല. കാരണം എവിടെയുണ്ട്? ഹൃദയത്തിലുണ്ട് ഭഗവാൻ. ആരുടെ? കുചേലന്റെ. ഭഗവാനിൽ കുചേലൻ ഉണ്ടെന്നുള്ളതിനൊരു തർക്കവും വേണ്ടതാനും. അപ്പൊ ഇത്തരത്തിലുള്ളതായ അങ്ങയെ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മാധവൻ, അവർക്ക് അദ്ദേഹത്തിന്റെ ബ്രാഹ്മണരോട് അല്ലെങ്കിൽ ഭക്തരായിരിക്കുന്ന ആൾക്കാരുടെ വലിയ സ്നേഹവുമാണ്. അദ്ദേഹത്തിനെ കൊണ്ട് എന്താണ് ഈ ലോകത്ത് സാധിക്കാത്തത്? ഓർമ്മ വേണം, ഗുരുവിന്റെ കാലത്ത് ഗുരുകുലത്തിൽ പഠിച്ചപ്പോൾ മരിച്ചുപോയതായ ഗുരുവിന്റെ പുത്രനെ പോലും ജീവനോടെ കൊണ്ടുകൊടുത്ത ചരിത്രമൊക്കെ കുചേലൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി നമ്മളൊന്ന് ഇവിടെ അനുമാനിക്കാം, അല്ലേ? അതുകൊണ്ടാണ് ഭാര്യ പറയുന്നത്, അദ്ദേഹത്തിന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? അത് തീർച്ചയായിട്ടും അസാധ്യമായതിനെ സാധ്യമാക്കുക എന്നതാണ് ശ്രേഷ്ഠന്മാരുടെ ഉത്തരവാദിത്വം. അത്തരത്തിൽ പറഞ്ഞു. അങ്ങ് പോയി അദ്ദേഹത്തിനെ ഒന്ന് കണ്ടാൽ ഇന്ന് നമ്മുടെ ദാരിദ്ര്യവും തീർന്നു പോവും എന്ന് പറയുകയാണ്. അങ്ങനെ ദാരിദ്ര്യവും തീർന്നു പോകുമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോ കുചേലൻ ഭാര്യയോട് പറയുന്ന വാക്കുകളാണ്. ഭാര്യ പ്രത്യുഷിലോത്തമ എന്നാണ് വിളിച്ചതെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് വിപ്രകുലോത്തമേ. മനസ്സിലായില്ലേ? ഈ കുലത്തിലെ ഏറ്റവും ഉത്തമയാണ് നീ. നമ്മളെന്തര വിളിക്കുന്നത്? ഒന്നും പറയണ്ട, അങ്ങോട്ട് പോകാതിരിക്കുക, വൃത്തിയല്ലേ? ബഹുമാനം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും, അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടില്ല, ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കുകയും വേണം. അതാണ്. അപ്പൊ അത്തരത്തിൽ വിപ്രകുലോത്തമേ, നീ ചൊന്ന വാക്കുകൾ സുപ്രിയം ഒക്കെയും യോഗ്യം അതു ദൃഢം. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഭഗവാൻ അങ്ങനെയുള്ള ആള് തന്നെയാണ്.
എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥത്തിൽ ആഗ്രഹമില്ല എനിക്ക് ഈ സമ്പത്തിനോട്. കുട്ടികളും ഭാര്യയുള്ള ആള് പറയാം എനിക്ക് സമ്പത്തിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞ ഇന്ന് വിവാഹം എന്ന വേർവരിയാൻ ഒറ്റ കാര്യം ഇല്ലേ? പക്ഷെ പണ്ട് അങ്ങനെയല്ല. അർത്ഥത്തിൽ ആഗ്രഹമില്ല എനിക്ക് ആഗ്രഹമില്ലെങ്കിലും നിന്റെ വാക്ക് അത് വെറുതെ ആവാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ആ നാളീകലോചനന്തികെ രണ്ടില്ല പോയി വീണ്ടും വന്നിടുവൻ ഇഹ പാരം സുഹൃത്താം അഖില ജഗൽപതി നാരായണം ചെന്നു കാണുന്ന നേരത്ത്. നോക്കൂ, കൂട്ടുകാരനെ കാണാൻ പോവാ. അങ്ങനെ ജഗൽപതിയായിരിക്കുന്ന കൂട്ടുകാരനെ കാണാൻ പോകുമ്പോ ഉല്ലസിപ്പാൻ ഒന്ന് കാഴ്ചവെക്കേണ്ടയോ, എന്തെങ്കിലും ഒന്ന് കാഴ്ചവെക്കേണ്ടയോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോ ആയതിന് നീ പ്രാകൃതം നൽകണമെന്ന് പറയാം. ഇവിടെ പ്രാകൃതം അവിൽ ആണ്. അത് നൽകിയാൽ കാഴ്ചദ്രവ്യം എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്കത് നൽകണം. അങ്ങനെയാണ് ഞാൻ അതും കൊണ്ട് വെറും കൈയോടെ എങ്ങനെയാണ് ദീർഘകാലമായിട്ട് കാണാതിരിക്കുന്ന കൂട്ടുകാരനെ കാണാൻ പോകുന്നത്. ഏതാണ്ട് 3-4 സ്ഥലത്ത് പോകുമ്പോൾ വെറും കൈയോടെ പോകരുതെന്ന് പറയുന്നത്. ഒന്ന്, രോഗികളുള്ള സ്ഥലത്ത് പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്. രണ്ടാമത്, വൃദ്ധന്മാരുള്ള സ്ഥലത്ത് പോകുമ്പോഴും വെറും കൈ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ളവരെ കാണാൻ പോകുമ്പോഴും വെറും കൈയോടെ പോകരുത്. പണ്ടൊക്കെ പുകയിലെ കൊണ്ടുപോയില്ലേ, അപ്പൊ പിന്നെ പുകയിലൊന്നും കൊണ്ടുപോക്കലരുത്. അതൊക്കെ ചിലപ്പം വേറെ വിഷയങ്ങളായി പോകും. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുള്ളിടത്ത് പോകുമ്പോഴും വെറും കൈയോടെ പോകരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ കണ്ണ് എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കും. വല്ല മിഠായി ഉണ്ടോ എന്ന് നോക്കാൻ പോകും അല്ലേ? അതുപോലെയാണ് ദേവാലയത്തിൽ പോകുമ്പോഴും വെറും കൈയോടെ പോകരുതെന്ന ഒരു പൂവെങ്കിലും കരുതണമെന്ന് പറഞ്ഞാൽ അതിനാണ്. അതുകൊണ്ടല്ലേ എല്ലാവരും പോകുമ്പോഴല്ലേ ഇപ്പൊ പിന്നെ ഒന്നും കരുതേണ്ട കാര്യമില്ല. എല്ലാം അമ്പലത്തിന് മുമ്പിൽ ചെന്നാൽ വാങ്ങാൻ കിട്ടുമല്ലോ അല്ലേ? എല്ലാം വാങ്ങാൻ കിട്ടും. വീട്ടിൽ ഒരു ചെടി വെച്ച് പിടിപ്പിക്കത്തില്ല. വീട്ടിൽ വെച്ച് പിടിപ്പിച്ച ചെടിയിൽ നിന്ന് പൂ കൊണ്ട് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ആരിലുണ്ടോ? വലിയ പാടാ. കാശ് കൊടുത്താൽ കിട്ടാത്ത ഒന്നുമില്ലാതുകൊണ്ട് ഇപ്പൊ അങ്ങനെയാണ്. ഒന്ന് മാറി ചിന്തിക്കുന്ന നല്ലതാണ്. ഒരു ചെടിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം. ക്ഷേത്രഭൂമിയൊക്കെ വെറുതെ കിടക്കുക. ആ ക്ഷേത്രഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായ ചെടികളും മറ്റു വൃക്ഷങ്ങളും നല്ല കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഗുണകരമാകുമെന്നുകൂടി ഒന്ന് ഓർക്കണം. സന്ദർഭവശ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഈ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് അതൊക്കെ. അതുകൂടി നമ്മൾ ചെയ്യണം. അല്ലാതെ വെറുതെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോകുന്ന വഴിക്ക് എന്തൊരു വൃത്തികേട് എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനപ്പുറം ആ വൃത്തികേട് മാറ്റാൻ നമുക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവണം. അല്ലാതെ ഇതൊക്കെ ആരൊക്കെ പ്രത്യേകം പതിച്ചു കൊടുത്താൽ നമുക്ക് ചിന്തിക്കണ്ട. എന്നാ ചോദിക്കും, പതിച്ചു കൊടുത്തവരുണ്ട്. ശമ്പളം വാങ്ങിക്കൊണ്ട് നിൽക്കുന്നവർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല, അവരെ കൊണ്ട് അവർ ബോധ്യപ്പെടുത്തുകയും വേണ്ട. അങ്ങനെയൊക്കെ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ ആ ഭഗവാനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പോകാൻ തയ്യാറാണ്. പക്ഷേ എന്തെങ്കിലും ഞാനൊന്ന് കാഴ്ചവെക്കേണ്ടയോ? ഭഗവാൻ കൊടുക്കണ്ടേ? അതിന് നീ എനിക്ക് എന്തെങ്കിലും കാഴ്ചദ്രവ്യം തരണമെന്ന് പറയുകയും അതനുസരിച്ച് ശരിക്കും കുചേലപത്നി തൊട്ടടുത്തുള്ള ചില വീടുകളിൽ ചെന്ന് 4 പിടി അവല് വാങ്ങിക്കൊണ്ടുവരികയും അതൊരു ഭിന്ന വസനത്തിൽ കെട്ടി ഭഗവാന്റെ കയ്യില് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതുകൊണ്ടാണ് കുചേലൻ ഭഗവാനെ കാണുന്നതിനായിട്ട് പോകുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയും.